നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തമിഴ്നാട് വന്ന് പ്രസംഗിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് റാലിയിലാണ് അദ്ദേഹം സംബന്ധിച്ചത്. വനിതാ സംവരണ ബില്ലും ഡീലിമിറ്റേഷൻ ബില്ലുമൊക്കെ പരാജയപ്പെട്ട ശേഷമാണ് അദ്ദേഹം ആ പരിപാടിക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് മുഖം കണ്ടാൽ നമുക്ക് തോന്നും ഈ ബില്ല് പരാജയപ്പെട്ടതിൻ്റെ സങ്കടം കൊണ്ട് തവിട്ട് നിറമായതാണ് എന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാൻ അദ്ദേഹത്തിനെ ആ തരത്തിൽ വെളുത്തു തുടുത്തിരുന്ന നരേന്ദ്രമോദിയെ തവിട്ട് നിറക്കാരനാക്കി മാറ്റിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, അങ്ങനെ നിറമടിച്ചാൽ മറയുന്നതാണോ നരേന്ദ്രമോദിയുടെ യഥാർത്ഥ സ്വഭാവം? ഇല്ല, നിറമടിച്ചോ എന്നുള്ളതാണ് സംശയം. ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. പല രീതിയിൽ ഇൻ്റർനെറ്റ് പൊട്ടിത്തെറിച്ചു ഈ ഇമേജ് കണ്ടിട്ട്. ഇരുണ്ട നിറത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. ഇപ്പോൾ മോദി ഇപ്പോൾ അങ്ങനെ ഇരുണ്ട് പോയതാണോ നമുക്കറിഞ്ഞൂടാ. മോദി പെയിൻ്റ് അടിച്ചു എന്ന് മോദി സമ്മതിക്കുകയില്ലാത്തതുകൊണ്ട് നമുക്കതിന് കൺഫർമേഷനൊന്നുമില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ ചില മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പം നമുക്കറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന മട്ടിലൊക്കെ ഉള്ള ഒരു വളരെ ഒഴുക്കൻ മട്ടിലുള്ള തമിഴ്നാട്ടിലൊരു ചർച്ചയായിട്ടില്ല. പക്ഷേ ദേശീയ തലത്തിലത് വലിയ ചർച്ചയാണ്. മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് മോദി ആയതുകൊണ്ടാണ്. നമ്പറിൻ്റെ ഉസ്താദാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ നേതാക്കന്മാർ തമിഴിൽ 2 വാക്ക് പറയും, കേരളത്തിൽ വന്നാൽ മലയാളത്തിൽ 2 വാക്ക് പറയും. ഇതൊക്കെയാണ് ആളുകളെ കയ്യിലെടുക്കാനുള്ള നമ്പർ. ഞാൻ നിങ്ങളുടെ കൂടെയാണ്, എനിക്ക് നിങ്ങളെ അറിയാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു അടുത്ത വേർഷൻ, അടുത്ത ഭീമാകാരമായ ഒരു വേർഷനായി ചിലപ്പോൾ ആലോചിച്ചതായിരിക്കാം. നോട്ട് ഷുവർ, ഉറപ്പൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ച് കൂടായിക്കൊന്നുമില്ല. അത്തരം നമ്പറൊക്കെ കയ്യിലുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് ന്യായമായി സംശയിക്കും. കാരണം വെച്ചാൽ മോദി അത്രത്തോളം അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം, അദ്ദേഹത്തിൻ്റെ മേക്കപ്പൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല, അപ്പം ഈ പറയുന്ന സ്റ്റേജിൽ അദ്ദേഹം പിന്നെ വെയിൽ കാരണം ഇരുണ്ടുപോയെന്നും പറയാൻ പറ്റില്ല. കാരണം ഏതിലൂടെയൊക്കെയാണ് വെയിൽ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ലൈറ്റ് പ്രവേശിക്കുന്നത് എന്ന് കൃത്യമായിട്ടൊക്കെ നേരത്തെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംശയിക്കും. ആ സംശയമുണ്ട്. പറഞ്ഞാൽ അവർ സമ്മതിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് അറിയണം. പക്ഷേ എന്നാലും അതൊരു പോസിബിലിറ്റിയാണ്. കാരണം നമ്പറിൻ്റെ ആശാനായതുകൊണ്ട് ആലോചിക്കാം. അപ്പോൾ ഇത് ആലോചിക്കുമ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ചർച്ച വരുന്നത് ഈ തമിഴ്നാട്ടിലുള്ള മനുഷ്യർ മുഴുവൻ കറുത്തിരിക്കുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഈ പണ്ട് കാലത്ത് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ചുമൽ കാണിക്കുന്ന ബ്ലൗസ് ഇടുക, ഒരു കൂളിംഗ് ഗ്ലാസ് വയ്ക്കുക, അപ്പോൾ ഫെമിനിസ്റ്റായി. ഇതാണ് നമ്മുടെ പഴയ സിനിമയിലെ സുകുമാരി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഭർത്താവിനെ വരട്ടുന്നത്. ഇതാണ് ഫെമിനിസ്റ്റ്. ഒരു ജേർണലിസ്റ്റ് ആണെങ്കിലോ എപ്പോഴും ഒരു നോട്ട് പാഡിൽ അയാൾ എന്തെങ്കിലുമൊക്കെ എഴുതി, മിക്കവാറും ജുബ്ബയായിരിക്കും വേഷം, സഞ്ജീവ്. അതല്ല, ടെലിവിഷൻ ജേർണലിസ്റ്റ് ആണെങ്കിൽ മൈക്ക് വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഇതെല്ലാം ഒരു കാര്യമുണ്ട്. മുസ്ലിം കഥാപാത്രമാണെങ്കിൽ ഒരു പച്ച കളറിലുള്ള അരപ്പട്ട, ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്ഡ് സാധനങ്ങളാണ് ഈ അണ്ണന്മാരെല്ലാം സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്താണെങ്കിൽ അത് ശുദ്ധമായ മൊത്തത്തിൽ പാളി. തമിഴിലെ മനുഷ്യർ മുഴുവൻ അതൊരു എന്താ പറയുക, കേരളത്തിലെ മലയാളി എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ചില പ്രത്യേക മാനറിസംസ് ഒക്കെ പറയുമ്പോൾ മലയാളി മുഴുവൻ അങ്ങനല്ല, തമിഴിനെയും അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അത് പാളും. അങ്ങനെ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് കൂടുതൽ കുഴപ്പമാവും. കാരണം തമിഴൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും തമിഴ് സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാതെയുമാണ് ഈ പരിപാടി ചെയ്തത്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോ തരത്തിൽ ഇത്തരം വേഷഭൂഷാദികളാണെങ്കിൽ ചെയ്യുന്ന ഒരു പരിപാടി പണ്ട് മുതൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത്, അതായത് ദൂരദർശനുള്ള കാലം മുതൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പരിപാടികൾ മോദി പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റ് പോകുമ്പോൾ അവരുടെ വേഷം ധരിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി സ്ഥിരമായി ബ്ലൂ ടീഷർട്ടും ബ്ലൂ ജീൻസും വൈറ്റ് ടീഷർട്ടുമാണ്. അതൊരു പ്രത്യേകതരം ടീഷർട്ടാണ്. അതൊരു സ്റ്റൈലാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ വളരെ വളരെ ബോധപൂർവമാണ്. പക്ഷേ മോദി ധരിക്കാത്തൊരു തൊപ്പിയുണ്ട്. അത് സ്കൾ ക്യാപ്പാണ്, മുസ്ലിം ക്യാപ്പാണ്. അത് മോദി ധരിക്കില്ല. അങ്ങനെ ഒരു വിഷ്വൽ തന്നെയുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇത് ധരിപ്പിക്കുമ്പോഴത്തേക്കും മോദി നോ എന്ന് പറഞ്ഞു. വളരെ ആലോചിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ ഐഡൻറ്റിറ്റി മാത്രം, മോദി സ്വീകരിക്കാത്ത ഒരൊറ്റ ഐഡൻറ്റിറ്റി, എന്താ പറയുക, താതാത്മ്യം പ്രാപിക്കാത്ത ഒരൊറ്റ ഐഡൻറ്റിറ്റി മുസ്ലിം ഐഡൻറ്റിറ്റിയാണെന്ന് നമുക്ക് തോന്നും അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. അങ്ങനെയുള്ള ഒരാൾ തമിഴ്നാട്ടിൽ പോയി ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ വളരെ കൂടുതലാണ്. തെളിവില്ലാത്തതുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്യാൻ സാധ്യതയുള്ള ആളാണ്. ഒറ്റയ്ക്ക് പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് പാലത്തിൽ കൂടെ പോകുമ്പോൾ 2 വശത്തും കൈവീശി കാണിക്കുന്ന മോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം വൈറ്റ് ഷോട്ട് വന്നപ്പോഴാണ് ഒരു മനുഷ്യനുമില്ല, ആകെ ഉള്ളത് ക്യാമറയാണ്. ഒരു വണ്ടിയിൽ 3-4 ക്യാമറാമാരെയും പെറുക്കി ഇട്ടിട്ടാണ് ആശാൻ ഏത് പരിപാടിക്കും പോകുന്നത്. എവിടെ പോയാലും അറിയാതെ കൈ ഇങ്ങനെ പോകും, കൈ വീശും.
ഇതിന് വിദേശത്തെ ആളുകൾ, വിദേശ രാജ്യത്തെ പ്രമുഖർ വരുമ്പോൾ അവരുടെ കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും തമാശ പറഞ്ഞു. അതിൻ്റെ ഓഡിയോ ഈയിടയ്ക്ക് ലീക്ക് ആയപ്പോഴാണ് മോദി എന്തോ പിച്ചും പേയുമാണ് പറയുന്നത്. കൂടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. സുണോ എന്താ സപ്പണ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഹാ ഹാ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. മറ്റേക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഡിയോ പുറത്തു വന്നപ്പോഴാണ്. അതിൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ഇറങ്ങി. ആ വീഡിയോ ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ ശ്രമിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു 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 നാടക നടൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന ഒരു 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 കാലിബറുള്ള ആളാണ്. തമിഴ്നാട്ടിൽ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ, മനഃപൂർവ്വം അല്ലാതെ ചെയ്താലും ഈ പരിപാടി ചീറ്റിയിട്ടുണ്ട്. ഒരു ജനതയുടെ താതാത്മ്യം പ്രാപിക്കുന്നത് ഇങ്ങനെയല്ല. മോദി ആകെ കൃത്യമായി ചെയ്ത ഒരു നാടകം, അയാളുടെ രാഷ്ട്രീയം വെളിവാക്കിയ നാടകമാണ്. അത് സ്കൾ ക്യാപ്പ് വെക്കില്ല എന്ന് പറയുന്ന മോദിയുടെ നാടകമാണ്. അത് മാത്രമാണ് നടന്നിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലും ഇതേപോലൊരു സീൻ കണ്ടു. ഒരു പലഹാരക്കടയിൽ കയറുന്നു, പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് പ്രധാനമന്ത്രി പോക്കറ്റിൽ കാശിട്ട് വന്നിട്ട് 10 രൂപയ്ക്ക് പലഹാരം വാങ്ങുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. ഈ തമിഴ്നാട്ടിലെ ഈ രംഗവും കണ്ടു. അങ്ങനെ ഈ തമിഴ്നാട്ടുകാരൊക്കെ ഇപ്പോൾ ഈ ഒരു കറുത്ത പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അവരെ കയ്യിലെടുക്കാൻ പറ്റുമെന്നൊക്കെ മോദിക്ക് അങ്ങനെ ഒരു മിഥ്യാധാരണ ഉണ്ടോ? നമ്മൾ ഓർക്കേണ്ടത്, എനിക്ക് ഒരു ഓർമ്മയുള്ളത് 2024 സാം പിട്രോഡയുടെ ഒരു കമൻറ്റ്, ഒരു വലിയ വിവാദമായ കമൻറ്റ് ജിമ്മി ഓർക്കുണ്ടാവും. അതായത് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിനകത്ത് ഇന്ത്യയുടെ വൈവിധ്യം പറയാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഈസ്റ്റിലൊക്കെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്താ പറയുക, ഈ ജാപ്പനീസ് പോലുള്ള ആളുകളെ ഫീൽ ചെയ്യും. വെസ്റ്റിൽ വേറെ തരത്തിലാണ്, നോർത്തിലത്, സൗത്തിലെത്തുമ്പോൾ ആഫ്രിക്കൻസിനെ പോലെ നമുക്ക് തോന്നും എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് വലിയ വിവാദമായി. അത് അറിയാലോ, സാം പിട്രോഡ കോൺഗ്രസിൻ്റെ നേതാവാണ്, അദ്ദേഹം സ്കോളറൊക്കെയാണ്. പക്ഷേ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു സീനിയർ എത്രയോ കാലമായിട്ടുള്ള ഒരാളാണ്. ആ വിവാദത്തിൽ പിടിച്ച് മോദി വളരെ ശക്തമായി കോൺഗ്രസിനെ വിമർശിക്കുകയും രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നൊക്കെ ആവശ്യപ്പെട്ടൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ ഈ ആഫ്രിക്കൻസ് എന്ന് പറയുമ്പോൾ ഈ വർണ്ണമാണല്ലോ, കറുപ്പ് എന്ന് പറയുന്ന വർണ്ണത്തെ മുൻനിർത്തിയാണ് ആ വിവാദമുണ്ടായത്. അത് ആക്ഷേപകരമാണ്. ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചു എന്ന നിലയിലാണ് അത് മോദി എടുത്തിട്ടുള്ളത്. ഇതേ മോദി തന്നെ കേരളത്തെ സോമാലിയോട് അതാണ് ഞാൻ പറയാൻ വന്നത്. ഇതേ മോദി തന്നെ അതിനു മുമ്പ്, ഇത് 2024 മറ്റേ 2016 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്താണ് കേരളത്തിലെ എന്താ പറയുക, ശിശുമരണ നിരക്ക് സൂചിപ്പിക്കാൻ വേണ്ടി അത് സോമാലിയയിലേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വൈറ്റ് സൂപ്രമസി എന്ന് നമ്മൾ പറയുന്നത്, വൈറ്റിനോടുള്ള താല്പര്യവും ബ്ലാക്കിനെ വേറൊരു അതറായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി, അതാണ് യഥാർത്ഥത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും സാം പിട്രോഡയുടെ ആ സംഗതി വെച്ചിട്ട് അത്രയധികം അതിനെതിരെ എതിർക്കാൻ അദ്ദേഹം ശ്രമിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം നിങ്ങൾ ആക്ഷേപിക്കുകയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ആക്ഷേപിക്കുന്നവർ കറുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ കറുപ്പിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായി നിന്നില്ലെങ്കിൽ, അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ തന്നെയും അങ്ങനെ വന്നാലാണ് ഇവിടുത്തെ ആളുകളുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിക്കുക എന്ന നിലയിലുള്ള ഒരു ഉള്ളിലൊരു ഈ വർണ്ണ വിവേചനം അല്ലെങ്കിൽ ആ വർണ്ണഭേദം സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സോമാലിയ കമ്പാരിസൺ എന്തുകൊണ്ടാണ് വന്നത്? അതിനേക്കാൾ ദാരിദ്ര്യമുള്ള എത്രയോ രാജ്യങ്ങൾ അല്ലാതെ ഉള്ളൂ. ഈ സോമാലിയയും ആഫ്രിക്കൻ രാജ്യവും കേരളവും തമ്മിൽ എങ്ങനെയാണ് എപ്പോഴും കണക്ട് ചെയ്യപ്പെടുന്നത്? അപ്പോൾ അത് ഒരു സ്വാഭാവികമോ അല്ലെങ്കിൽ യാദൃച്ഛികമോ ആയിട്ടുള്ള ഒരു കമ്പാരിസണോ ഒന്നുമല്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് റേസിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ ഉള്ള സാധനമാണ്. ഇപ്പോൾ ജിമ്മി പറഞ്ഞ പോലെ ഒരു കാരണവശാലും സ്കൾ ക്യാപ്പ് വയ്ക്കില്ല. അതുമാത്രമല്ല, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 2014 തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഈ ഇഫ്താർ നടത്തുന്നത് ഇല്ലാതായത്, അല്ലേ? അതിനു മുമ്പ് വരെ ഇഫ്താർ സംഗമങ്ങൾ നടത്തുമായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സിംബോളിസവും പിന്നീട് ഉണ്ടായിട്ടില്ല. അത് എല്ലാ തരത്തിലും വ്യക്തമായിരുന്നു. അതിനെ മാത്രം അന്യമാണ്. ബാക്കി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പലയിടത്ത് കൃപാൺ വയ്ക്കുന്നുണ്ട്, മറ്റു തരത്തിലുള്ള സംഗതികളിലേക്ക് പോകുന്നുണ്ട്. ഇതിനും അദ്ദേഹം തയ്യാറാണ്. ക്രിസ്മസിൻ്റെ സമയത്ത് പോയി പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ മുസ്ലിം ഐഡൻറ്റിറ്റിയോട് എപ്പോഴും ഉള്ള. അപ്പോൾ അത് റേസിസമാണ്. ആ റേസിസത്തിൻ്റെ
പല തരത്തിലുള്ള പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നത് എന്ന് കാണാം. ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ തമിഴരോട് ഒരു ഐക്യം കാണിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ ഒരു കറുത്ത അല്ലെങ്കിൽ ഒരല്പം ഡാർക്കിഷായിട്ട് വന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അവരോട് ഐക്യപ്പെടാനല്ല ശ്രമിക്കുന്നത്, തൻ്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ തൻ്റെ ഛായയെ ഒരല്പം അങ്ങനെ ആക്കിയിട്ട് അവരോട് പിന്നെ ഇണങ്ങാനാണ് ശ്രമിക്കുന്നത്. അത് തന്നെ അവർക്ക് അപമാനമാണ്. ഞാനതാ പറയുന്നത്, അത് തന്നെ ഈ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. കാരണം തമിഴ്നാട് അങ്ങനെയുള്ള ഒരു എന്താ പറയുക വർണ്ണപരമായ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരു പിന്നെ നാടല്ല. മാത്രമല്ല അവരുടേതായിട്ടുള്ള നിറങ്ങളിലൊക്കെ അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ആ അഭിമാനത്തെ ഈ രീതിയിലല്ല അതിനോട് കണക്ട് ചെയ്യപ്പെടേണ്ടത്. അത് കണക്ട് ചെയ്യാൻ അദ്ദേഹം നടത്തിയ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ആഭാസമാണ് എന്നല്ലാതെ പറയാൻ കഴിയും.